നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യം ചിരി നിർത്താൻ വയ്യ. രാവിലെ തുടങ്ങിയ ചിരിയാ. എങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് തന്തക്കും തള്ളക്കും വിളിയേക്കുന്നത്? നിങ്ങൾക്ക് പരിചയമില്ലല്ലോ. പരിചയമില്ലെങ്കിൽ പോസ്റ്റ് വായിച്ചു. നമ്മുടെ ഹാർപ്പി ഹുസൈനെ വലിയ കാര്യത്തെ എന്തോ വലിയ തേങ്ങാക്കൊലയാന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചെന്നു. ഇവൻ വിചാരിച്ച് ഇവിടെയുള്ള 4-3-7 വിദ്വേഷികൾ, മാനവരാശിക്ക് ഗുണമില്ലാത്ത കുറച്ച് മനുഷ്യർ ഇവന്റെ വീഡിയോ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവനെ ഒന്ന് പുളകിതമാക്കാൻ വേണ്ടി ചില കമന്റ് ചെയ്യുന്നത് പോലെ ഇസ്രായേലിയർ ഇവന്റെ വീഡിയോ കണ്ട് ഇവന്റെ കട്ടഫാനാന്ന് പറഞ്ഞിരിക്കുക. മുസ്ലിം വിദ്വേഷം പറയുന്നുണ്ട്, അവരെല്ലാം കട്ടഫാനാണ്. എടാ എങ്ങനെയാ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കേ. എന്റെ പൊന്ന് ഹാർപ്പി ഹുസൈനെ 1000 ജൂതരല്ലാത്തവരെക്കാൾ ജൂതനിഷ്ടം ഒരു ജൂതനെയാണ്. നീ അത് മനസ്സിലാക്കിക്കോ. എത്ര കാലമായിട്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് അറിയാവോ? അവരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ, അവരെ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ കാക്ക ചുറ്റി തുപ്പും. അത്രയും വെറുപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ജൂതന്മാർക്ക്. അതറിയാവോ? അവരോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് കുറച്ചൊക്കെ താതാമ്യമുള്ള ക്രൈസ്തവരോട് പോലും അവരുടെ വെറുപ്പിത്രയാണെങ്കിൽ, എടാ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് ചെല്ലുന്ന നിന്നെ അവർ ചുരുട്ടിക്കൂട്ടി എറിയത്തില്ല. മന്ദബുദ്ധി അത് മനസ്സിലാക്കണ്ടേ? ഇവനിങ്ങനെ ഈ നാട്ടില കുറച്ച് സംഘികൾ ഇവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പുകഴ്ത്ത് കണ്ടപ്പോൾ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ജൂതന്മാർ വന്നിട്ട് മാല ഇട്ടിട്ട് സ്വീകരിക്കുന്നു വിചാരിച്ചിരുന്നയാ. പോടാ ജിഹാദി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ചു തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം പറയും, ഈ നിർഗുണം വിചാരിച്ചതേ ഇവൻ എന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ, എന്റെ പ്രിയപ്പെട്ട ജൂതൻ, മുത്താണ്, തങ്കമാണ്, തങ്കമണിയാണ്, കരളിന്റെ കാതലാണെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങോട്ട് ചെന്ന ഉടനെ അവര് കൈവെള്ളയെ വെച്ച് പാലും തേനും ഒക്കെ കൊടുക്കുന്ന വിചാരിച്ച ഇവന്റെ പേര് ആരി ഹുസൈൻ എന്നുള്ള കാര്യം മിനിമം അതെങ്കിലും ഈ മന്ദബുദ്ധി മനസ്സിലാക്കണ്ടേ? അവര് പറഞ്ഞു പോടാ കള്ള ജിഹാദി എന്ന് പറഞ്ഞു, ഓറാ കണ്ടമഴി എന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടാ? ഇങ്ങനെ നാണം കെട്ട് നീ ജീവിക്കല്ലേ. തമാശ പറഞ്ഞില്ല, ഇതിനേക്കാൾ വലിയ നാണക്കേടെന്ത്? കണ്ട ഇസ്രായേലര് ഓറ തന്തക്കും തള്ള കബറി കിടക്കുന്ന തള്ളക്ക് വരെ വിളിച്ച് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. വല്ല കാര്യമുണ്ടാ? നീ എന്താ വിചാരിച്ചത്? ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുമ്പോൾ നിന്നെ ആരെങ്കിലും ഒക്കെ സ്റ്റേജ് കയറ്റി നിന്നെ ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളിക്കുന്നത് പോലെ ജൂതന്മാര് ചെയ്യുന്ന നീ ആദ്യം ആ രോമസിംഹനൊക്കെ ചെയ്തതുപോലെ അലി അക്ബർ എന്നുള്ള പേരൊക്കെ മാറ്റി രോമസിംഹൻ അതുപോലെ പേര് നേരിട്. എടാ ഈ ആരി ഹുസൈൻ എന്നുള്ള പേരും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഞാൻ പറഞ്ഞില്ല 1000 ജൂതരല്ലാത്തവരേക്കാൾ അവർക്ക് ഇഷ്ടം ഒരു ജൂതനെയാ. ഈ പേര് മാറ്റാൻ നീ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? നീ ഒരു ജൂതന്റെ പേരിട്, അപ്പൊ നിന്നെ അവർ പൊക്കിക്കൊണ്ട് നടക്കും. വല്ല കാര്യമുണ്ടാ? ഫ്ലൈറ്റും പിടിച്ച് ഇസ്രായേലിൽ ചെന്നിട്ട് തന്തക്ക് വിളി, തന്തക്കും തള്ളക്കും ഒക്കെ വിളി, എടുത്തോണ്ട് പോളാ ജിഹാദി എന്നൊക്കെ വിളിച്ചത്. മോനെ ഇനി വന്നിട്ടെ ആ AC ഇട്ട മുറിയിരുന്ന് യൂട്യൂബിലാ കോയാക്കോൾ അതുപോലത്തെ പരിപാടി നടത്തും. നിനക്ക് അതാ പറ്റിയ പണി. നീ അവിടെ ചെല്ലല്ലേ, നിന്റെ കൂടെ വേറത്തെ മാത്രമുണ്ടോ? എന്താ ഫസല് കോരോട്ട് അവന്റെ ആ കണ്ണൊക്കെ ഉന്തളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് കാലേ വാരി നിലത്തടിക്കും. നിനക്ക് ജൂതന്മാരെ അറിയാൻ വയ്യത്തോണ്ട് അതുകൊണ്ട് ഇഞ്ഞു വാ, എന്റെ മക്കളെ ഇഞ്ഞു വാ, വാ 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 വേവാ വാ, തന്തക്ക് വിളി കേട്ട് കഴിഞ്ഞെങ്കിൽ വാ, വരി. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ.